ഞങ്ങളങ്ങനെ ഏർവാടി പള്ളിയിലെത്തിയിട്ടുണ്ട്. നമ്മളൊരു ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്. നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് എന്തായാലും നമ്മളിവിടെ ഒരു റൂമൊക്കെ എടുത്ത് ഇന്നിവിടെ സ്റ്റേ ആണ്. നാളെ ഇവിടുന്ന് തിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു റൂമൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഇച്ചിരി വെയിലൊക്കെ താന്നിട്ട് വൈകുന്നേരമാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത്. ഇവിടെ എല്ലാം മലയാളത്തിൽ തന്നെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മലയാളം അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭാഷയൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏർവാടിയിൽ കയറുന്നതിന് മുമ്പേ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം ഒന്ന് പോയി യാസീനൊക്കെ ഓതി അതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് ഏർവാടി പള്ളിയിലേക്ക് വരുന്നത്. ഇന്ത്യയിലെ മദീന എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ഏർവാടി പള്ളി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 18ാമത്തെ പേരമകനാണ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു. ഏർവാടി സുൽത്താനായിരുന്ന ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗ നിൽക്കുന്ന കോമ്പൗണ്ടിനകത്തേക്ക് നമുക്ക് ചെരുപ്പിട്ടൊന്നും കയറാൻ ഒക്കത്തില്ല. അതിന് ഒരു കാരണമുണ്ട്. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം ബാദുഷയുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മദീനയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുപോയി തങ്ങളുടെ നഗരത്തിലേക്ക് ഇടൂ എന്ന് പറഞ്ഞു. അങ്ങനെ മദീനയിലെ മണ്ണ് നമ്മുടെ ഈ ഏർവാടിക്ക് ചുറ്റും ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവിടെ ആരും ചെരുപ്പിട്ട് കയറാത്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വന്ന് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിനോടായി പറഞ്ഞു, നമ്മുടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനായിട്ട് ഹിന്ദു നാട്ടിലേക്ക് പോകാൻ. അങ്ങനെയാണ് ഇബ്രാഹിം ബാദുഷാ നമ്മുടെ നാട്ടിലേക്ക് വരികയും ഏർവാടി എന്ന സ്ഥലത്ത് എത്തിപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അതിന് പിന്നിൽ വലിയൊരു ചരിത്രം തന്നെയുണ്ട്. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട് ഞാനിവിടെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പം നമ്മൾ എല്ലാ മക്ബറകളും നമ്മൾ പോയി കണ്ടു, യാസീൻ ഓതി ദുആ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളൊരു സന്ധ്യയോടടുത്ത് നമ്മൾ തിരിച്ച് വന്നു. അപ്പോൾ കണ്ട ലൈറ്റ് സെറ്റിങ്ങുകളാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇവിടെ എല്ലാം ത്രിവർണ്ണ പതാകയുടെ ലൈറ്റിംഗ് ആയിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി രാത്രിയിലത്തേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ലൈറ്റിങ്ങും എല്ലാം കണ്ട് നമ്മൾ റൂമിലേക്ക് പോയി. എന്നിട്ട് നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്യുന്നത്. രാത്രി ആയപ്പോഴേക്കും നല്ല തിരക്ക് കൂടി. ആൾക്കാരും കച്ചവടക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ പള്ളിക്കകത്തൊന്നും നമുക്ക് വീഡിയോ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് പള്ളിക്കകത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഏറ്റവും പ്രശസ്തമായത് ഹക്കീം ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ ഇതാണ്. അപ്പോൾ കൂടുതലും രോഗികളായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. പണ്ടിവിടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ചങ്ങലക്കിടുക അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അങ്ങനത്തെ യാതൊരുവിധ ഇതും ഇവിടെ ഇല്ല. ഇവിടുത്തെ ആഹാരങ്ങളും എല്ലാം നല്ല ഇതാണ്. നമുക്ക് പള്ളിക്കകത്ത് തന്നെ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ പിന്നെ വെളിയിൽ റൂം എടുത്തതേ ഉള്ളൂ. പള്ളിക്കകത്ത് തന്നെ ഒരു ദിവസം തങ്ങുന്നവർക്ക് വന്ന് തങ്ങാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഫുഡൊക്കെ അടുത്ത് തന്നെ എല്ലാം കിട്ടും. നല്ല ഫുഡൊക്കെയാണ്. നമ്മൾ പിന്നെ ഫുഡ് വെച്ച് കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വെച്ച് കഴിക്കേണ്ടുന്നവർക്ക് അതിനനുസരിച്ചുള്ള റൂമുകളും ഒക്കെ അവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ സൗകര്യം ഏതാണോ അതിനനുസരിച്ച് നമുക്കവിടെ റൂമുകളൊക്കെ എടുക്കാം. നമ്മളങ്ങനെ ഇവിടെ കുറേ സമയം ചിലവഴിച്ചു. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോയി. നമ്മളങ്ങനെ രാവിലെ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. കാപ്പിയൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനും പള്ളിയല്ല, നമ്മളിതിനടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലം കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു.